ഹേ ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടൺ ടാഗും ഫീൽഡ് സെറ്റ് ടാഗിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ രണ്ട് ടാഗ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ വെബ്സൈറ്റിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ സ്ട്രക്ചറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബട്ടൺ ടാഗ്. ബട്ടൺ ടാഗ് വെബ്സൈറ്റിൽ ഇന്ററാക്റ്റീവ് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടാഗാണ് ബട്ടൺ ടാഗ്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആട്രിബ്യൂട്ട് ടൈപ്പ് ആണ്. ഈ ടൈപ്പിനകത്ത് 3 വാല്യൂസ് ആണ് വരുന്നത്. ഒന്ന് ബട്ടൺ, ഒന്ന് സബ്മിറ്റ്, ഒന്ന് റീസെറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ബട്ടൺ ടാഗ്. ഇപ്പൊ ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ബട്ടണിന്റെ പേര് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് ടാഗിന്റെ ക്ലോസിംഗ് ടാഗിന്റെ ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കാം? ബട്ടന്റെ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. മീൻസ് ഡിസ്പ്ലേ നെയിം. നമ്മൾ ബ്രൗസറിൽ എങ്ങനെയാണ് കാണാനുള്ള ആ നെയിം നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യും? ഇതിനകത്ത് വരുന്നൊരു മെയിൻ ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ്. ടൈപ്പ്. ഈ ടൈപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബിഹേവിയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ടൈപ്പ് യൂസ് ചെയ്യണം. ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണം. ഇത് എങ്ങനെ ബിഹേവിയർ ചെയ്യണം? നമ്മൾ സാധാ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ സാധാ ഒരു ബട്ടനെ പോലെ ഇത് ആക്ട് ആവും. നമ്മൾ സബ്മിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് നടക്കും? നമുക്ക് ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ റീസെറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫീൽഡിലുള്ള എല്ലാ ഡീറ്റെയിൽസ്, ഇൻപുട്ട് ഫീൽഡിലുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ 3 വാല്യൂസ് ആണ് നമ്മൾ ടൈപ്പിന്റെ അകത്ത് പൊതുവെ കൊടുക്കുന്നത്. ബട്ടൺ, റീസെറ്റ്, സബ്മിറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണത് ഡിസേബിൾ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ്. ഡിസേബിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബട്ടനെ റീയൂസബിൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ ബട്ടൺ മെയിനായിട്ട് യൂസ് ചെയ്യണത് നമ്മളെ ഇന്ററാക്റ്റീവ്, നമ്മളെ വെബ്സൈറ്റിൽ ഇന്ററാക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടൺ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ നേരത്ത് ഇപ്പൊ ഞാൻ ഇവിടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഓൺ ക്ലിക്ക് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നടക്കണം. ഇപ്പൊ ഓൺ ക്ലിക്ക് ഇതിനകത്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എനിക്കൊരു പോപ്പ് മെസ്സേജ് കാണിക്കും. ഒരു ബട്ടൺ ഈസ് ക്ലിക്ക്, ഇങ്ങനെ ഞാൻ കൊടുത്തെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇന്ററാക്ഷൻ നടക്കും, ഒരു ഡൈനാമിക് ഇന്ററാക്ഷൻ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പോപ്പ് ബോക്സ് വരും. കണ്ടോ? ബട്ടൺ ഈസ് ക്ലിക്ക്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ തോനെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബട്ടൺ എന്ന ടാഗ് നമ്മളെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്ന ടാഗാണ് ഫീൽഡ് സെറ്റ്. അപ്പൊ ഫീൽഡ് സെറ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി, കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയും, പിന്നെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് വിഷ്വലി പ്രസന്റ് ചെയ്യാൻ പറ്റും. അതിന് സെമാറ്റിക് മീനിങ് കിട്ടും. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയും സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫീൽഡ് സെറ്റ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ ക്ലാരിറ്റിയും സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫീൽഡ് സെറ്റ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ചൈൽഡ് ടാഗാണ് ലെജൻഡ്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഡാറ്റ കൊടുക്കോ അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. നമുക്കൊരു ഹിന്റ് പോലെ, ഒരു ലേബൽ പോലെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ കൊടുക്കുകയാണ് ഫുൾ നെയിം എന്ന് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് അഡ്രസ് എന്ന് കൊടുക്കാം. അപ്പൊ അഡ്രസ് വരാനുള്ളത് പൊതുവെ എന്തുണ്ട്? ഇൻപുട്ടിൻ്റെ അകത്ത് പ്ലേസ് ഓർഡറിനകത്ത് ഹൗസ് നെയിം വരാം. അതാണെങ്കിൽ എന്ത് വരാം? ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ് വരാം. പ്ലേസ് അതാണെങ്കിൽ എന്ത് വരാം? പിൻ കോഡ് വരാം. പിൻ കോഡ് എന്തായിരിക്കും? നമ്പർ ആയിരിക്കും. അപ്പൊ ഇതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫീൽഡ് സെറ്റ് യൂസ് ചെയ്യാം. ഫീൽഡ് സെറ്റിന്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ആട്രിബ്യൂട്ട് ഒന്നുമില്ല. പിന്നെ ഉള്ളതൊന്ന് ഡിസേബിൾ ആണ്. ഡിസേബിൾ ചെയ്ത് എന്തായിരിക്കും? നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു കാര്യം വിട്ടുപോയി. നമ്മളൊരു ലേബിൾ എന്നുള്ള ടാഗും കൂടി യൂസ് ചെയ്യും. പിന്നെ അവിടെ ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പ്ലേസ് ഹോൾഡർ ഞാൻ കൊടുത്തില്ല. ഇവിടെ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഇവിടെ ഞാൻ 2 ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. 2 ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്ത്, പക്ഷേ യൂസർ നോക്കുമ്പോൾ യൂസറിന് ഇവിടെ എന്ത് കൊടുക്കണമെന്ന് എന്ത് ചെയ്യത്തില്ല? ഹിന്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു വഴിയിൽ ഒരു രീതിക്ക് കൊടുക്കാം. അതാണ് പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്ത് നമുക്ക് എന്താ കൊടുക്കാം? ഒരു ഹിന്റ് കൊടുക്കാം. ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ഹിന്റ് കൊടുക്കാം. അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലേബൽ കൊടുക്കണം. ലേബൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ശരിക്കും റിട്ടേൺ ഫോം ഒക്കെ നോക്കാൻ നേരത്തെ കാണിക്കും പേര് കോളം കഴിഞ്ഞിട്ടാണെങ്കിൽ അണ്ടർലൈൻ. ഇവിടെ അപ്പൊ നമുക്കറിയാം ആ അണ്ടർലൈനിൽ എഴുതാനുള്ള എന്തായിരിക്കും? പേരായിരിക്കും. അതേപോലത്തെ ലേബൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്
ലേബൽ ടാഗ്. അതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. എന്ത് ചെയ്യണം? ആ കണ്ടെയ്നർ ടാഗിൻ്റെ അകത്ത് കൊടുക്കണം. ഫസ്റ്റ് അത് കണക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ഇപ്പോൾ ലേബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നെയിം. അപ്പം നമുക്കറിയാൻ പറ്റും ഈ ഇൻപുട്ട് ഫീൽഡിനകത്ത് നമ്മൾ ആ ഫസ്റ്റ് നെയിമാണ് അടിക്കാനുള്ള, ഈ ഒരു ഇൻപുട്ട് ഫീൽഡിനകത്ത് നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ലേബൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ഫോർ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് വന്നു. അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേബൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഇൻപുട്ട് ഫീൽഡാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള അതാണ്. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കാണിക്കണം? ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അവിടെയാണ് അത് കൊടുക്കാനുള്ളത്. അതിനാണ് ഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പേര് കൊടുക്കണം. ഞാൻ കൊടുക്കണം ഫസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ലേബൽ ഏത് ഇൻപുട്ട് ഫീൽഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിൽ ഏത് ടാഗിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിനെന്ത് ചെയ്യണം? അതിനൊരു ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഐ ഡി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഏത് പേര് കൊടുക്കുക അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇനി ഞാൻ ഈ ലേബലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഏത് ഫീൽഡ് ഹൈലൈറ്റ് ആയി? നമ്മളെ ആദ്യത്തെ ഫീൽഡ് ഹൈലൈറ്റ് ആയി. അത് കണക്കിപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ലാസ്റ്റ്. നമുക്ക് ഏത് ഫീൽഡാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ള അവിടെ എന്ത് ചെയ്യണം? ഒരു ഐ ഡി ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ആ ഫോറിൽ കൊടുക്കുന്ന പേര് ഇവിടെ കൊണ്ട് ചെയ്യുക, പാസ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ടെക്സ്റ്റ് ഏരിയയിലും വർക്ക് ആവും കേട്ടോ. പിന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ലാസ്റ്റ് ഒന്നും കൊടുത്ത് ഇവിടെ ഒന്ന് കൊടുത്ത് ഫസ്റ്റ് ഒന്നും കൊടുത്തെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹൈലൈറ്റ് ആവും, ലാസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാവും? ഇത് ഹൈലൈറ്റ് ആവും. ഞാൻ ഫസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ആ ലേബൽ ഏത് ഫീൽഡിലാണ് കൊടുക്കാനുള്ളത്. ഇത് ടെക്സ്റ്റ് ഏരിയയിലും വർക്ക് ആവും കേട്ടോ. ടെക്സ്റ്റ് ഏരിയ മിക്കുള്ള ടൈമിലും വർക്ക് ആവും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോം ടാഗും ഫോം ടാഗിന്റെ ചിൽഡ്രൻസും അത് യൂസ് ചെയ്യണ രീതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോം ടാഗിന്റെ ഒരു എക്സാമ്പിൾ, റിയൽ വേൾഡ് എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ഫോം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.